2023 പ്രിലിംസ് എക്സാം കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരോട് എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചപ്പോൾ അവർ തിരിച്ചു ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നേ എന്നുള്ളത്. ഈ ചോദ്യങ്ങളൊക്കെ എവിടെ വന്നത് എന്ന് മാത്രമല്ല, ഈ ഒരു എക്സാം വളരെ ടഫാണ്, വളരെ ഷോക്കിംഗ് ആണ്, അൺസർട്ടൈൻ ആണ്. ഇത്രയും പഠിച്ചിട്ടും എന്നാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന് വന്ന 100 ചോദ്യങ്ങളും അനലൈസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്ട്ലി 35%, അതായത് 100ൽ 35 ചോദ്യങ്ങൾ ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. അതായത് സ്റ്റാറ്റിക് സബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള, അതായത് ഇന്ത്യൻ പൊളിറ്റിയോ ഇന്ത്യൻ എക്കണോമിയോ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടാതെ പ്യുവർലി കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള 35 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ടോട്ടൽ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് സ്റ്റാറ്റിക് സബ്ജക്റ്റുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത ചോദ്യങ്ങൾ നോക്കുമ്പോൾ ആകെയുള്ള ചോദ്യങ്ങളുടെ 64%, അതായത് ടോട്ടൽ ചോദ്യങ്ങളിൽ 64 ചോദ്യങ്ങൾ ഇത്തരത്തിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്രിലിം എക്സാമിൽ ഈ 64 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയി വരുമ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ പ്രിലിംസ് പാസ്സാവുക എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തെയോ അതിന് മേലെയുള്ള ഈ ഒരു കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പ്രിലിംസിൽ വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പ്രിലിംസിൻ്റെ മാത്രം കേസല്ല, മെയിൻസ് എക്സാം നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു 2023 സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുള്ള മെയിൻസിൻ്റെ എക്സാം നോക്കിക്കഴിഞ്ഞാലും GS1 ഏകദേശം 3 ചോദ്യങ്ങൾ, GS2ലും GS3ലും 10ഉം 12ഉം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ടാണ് വന്നത്. അപ്പോൾ GS2ൻ്റെയും GS3യുടെയും ആ പകുതിയിലധികം ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ മെയിൻസിനും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് UPSC സിവിൽ സർവീസ് എക്സാം, അത് പ്രിലിംസ് ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് വളരെ അത്യാവശ്യമാണ്. ഇത് പഠിക്കാതെ എക്സാം ക്ലിയർ ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 2023 അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 100 ചോദ്യങ്ങളും അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 2025 പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കാണേണ്ടതാണ്. 2 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട്. 100 ചോദ്യങ്ങളും അതിന്റെ സോഴ്സും എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നതെന്നാണ് വരുന്നത്. കൃത്യമായിട്ട് നിങ്ങളെ പഠിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മളുടെ ചോദ്യം, കറണ്ട് അഫയേഴ്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, UPSC അതിനെ ചോദ്യത്തെ ടഫാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിനെ ടഫാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടും കട്ട് ഓഫ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും പ്രിലിംസിൽ ഇത്തരത്തിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത്? കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് ഒരു മായയും മന്ത്രവും ഒന്നുമില്ല. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ ദിവസവും നമുക്ക് പത്രത്തിൽ കൂടുതൽ പുതിയ പുതിയ വാർത്തകൾ കാണാൻ വേണ്ടി പറ്റും, പുതിയ പുതിയ ടോപ്പിക്കുകൾ വരും. ഓരോ ദിവസവും കൃത്യമായിട്ട് വായിക്കുക, കൃത്യമായിട്ട് നോട്ടുകൾ ഉണ്ടാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ അല്ലാതെ കറണ്ട് അഫയേഴ്സിന് ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഒരു മന്ത്ലി കമ്പൈലേഷനും ഒരു കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ക്ലാസ്സുകളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, നിങ്ങളുടെ ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുക, അത് രാത്രി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. കൂടാതെ ഓർമ്മയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വീക്ക്ലി റിവിഷൻ ചെയ്യുക, മന്ത്ലി റിവിഷൻ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇതിനെ റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും 5-8 വാർത്തകൾ, അതായത് 5-8 ടോപ്പിക്കുകൾ ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 50ഓളം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു വർഷത്തെ പീരീഡ് എടുക്കുമ്പോഴത്തേക്ക് അത് 3000-3500 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പം അത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ചെറുതായി ഓരോ ദിവസവും പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ലേണേഴ്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിത് യൂട്യൂബിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിലാണ് ജാനുവരി 1 മുതൽ നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ആവശ്യമാണെങ്കിൽ ഡെയിലി എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് മുൻപായിട്ട് കറണ്ട് അഫയേഴ്സ് യൂട്യൂബിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ന്യൂസ് പേപ്പറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാവുന്നതാണ്, നോ ഇഷ്യൂ. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലേണേഴ്സിൻ്റെ ഏത് വീഡിയോയുടെ താഴെ പോയി കഴിഞ്ഞാലും ലേണേഴ്സിൻ്റെ ലോഗോയുടെ വലതുവശത്തായിട്ട് ഒരു ജോയിൻ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഫോം വരും. അതിൽ ജസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാസം 159 രൂപയാണ് ഇതിൻ്റെ ചാർജ് ആയിട്ട് വരുന്നത്. അതായത് ദിവസത്തേക്ക് 5 രൂപയാണ് ഇതിൻ്റെ ചാർജ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് മന്ത്ലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ മന്ത്ലി 159 കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ
ലേണേഴ്സിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനിൽ മലയാളത്തിലുള്ള കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളോട് കൂടിയിട്ട് അനാലിസിസ് കാണാവുന്നതാണ്. ഓർത്ത് വെക്കുക, അനാലിസിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം, നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കണം. അതിനെ ആഡ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചുകൂടി കൺസെപ്റ്റ് ക്ലാരിറ്റി വരാനും മാത്രമാണ് അനാലിസിസ് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും ലേണേഴ്സിൻ്റെ മറ്റ് പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7306876902 എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ 8129762349 എന്ന് പറയുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലേണേഴ്സിൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.